അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴം ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. ഇതുപോലുള്ള പഴം എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തീരെ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല പോലെ കുഴച്ചെടുക്കാം. ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയ ശേഷം കുഴച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരത്തിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ആവാനുള്ള ഒരല്പം വെള്ളം, ഒരു 1/2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഈ മാവിലേക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാനിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരു 1.5 കൈപ്പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചെറുതായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് 2 ഭാഗമാക്കിയിട്ട് എടുക്കാം. തുല്യ വലുപ്പത്തിലുള്ള 2 ഭാഗമാക്കിയിട്ട് എടുക്കാം. ശേഷം നമുക്കിതൊരു വാഴയിലയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഒരല്പം വെള്ളം തടവിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കണം. നന്നായിട്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഈ തയ്യാറാക്കിയിട്ടുള്ള ഫുള്ള് ഫില്ലിങ്ങൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ബാക്കി മാവ് കൂടി വേറൊരു ഇല വെച്ചിട്ട് അതിലൊന്ന് പരത്തി കൊടുക്കാം. അതും ഇതുപോലെ തന്നെ കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ലാസ്റ്റ് എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് കയ്യിലെടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാ വശവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്കൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് കുക്കായി കിട്ടാൻ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് പുറത്തെടുത്തിട്ടുള്ളത്. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ചിട്ട് പുറത്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.